അത്തരത്തിൽ ഇവിടെ പറഞ്ഞല്ലോ ഹമീദ് മുസ്ലിയാർ മൗലൂദിനെയൊക്കെ കുറെ കുതിര കയറി. ആ മൗലൂദിലും ഇവർ ചെയ്യുന്ന ഒരു തട്ടിപ്പ്. ഇതുപോലെ കൂറുമാറിയ മറുകണ്ഠം ചാടിയ മറ്റൊരു മൗലവിയെ ഒരു മുസ്ലിയാരെ ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് മൗലിദ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്ന ഒരു സാമ്പിളിന്. ബാക്കി നിങ്ങൾ അതുപോലെ മനസ്സിലാക്കിയാൽ മതി. മൗലിദിൽ ഒരു വാചകം മഹ്മൂദ് മാല എന്ന് പറയുന്ന ഒരു മൗലിദിൽ ഒരു വാചകം ആ മുസ്ലിയാർ എടുത്തുകൊണ്ട് ഉദ്ധരിക്കുന്നത് നിങ്ങൾ കാണുക. എന്താ അയാൾ പറയുന്നത്? പിന്നെ ആദ്യം അതൊന്ന് കേൾക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബ് ആണ് എന്നാണ്. അതെവിടെയാ പറയുന്നത്? നീ മറ്റേ അഹ്മദ് ഞാനെന്ന് ചെന്നോവർ വീണ്ടും മൈനത്തെ അറബി ഞാനെന്നോവർ. അഹ്മദ് എന്നതിൽ നിന്ന് മീമ് പോയാൽ അഹദ് എന്നാകുന്നു. അഹദ് ഞാനാണ്. അറബ് എന്നതിനായി അറ്റുപോയാൽ റബ്ബ് എന്നാകുന്നു. ആ റബ്ബ് ഞാനാകുന്നു എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഹദ് എന്ന അല്ലാഹുവിന്റെ മർത്തബയിലേക്കും റബ്ബ് എന്ന അല്ലാഹുവിന്റെ മർത്തബയിലേക്കും എത്തിച്ചില്ലേ? എന്താ പറഞ്ഞത്? നമ്മുടെ മഹ്മൂദ് മാലയിൽ ഒരു വാചകമുണ്ട് അത്രേ. മീമുറ്റഹമ്മദ് ഞാനന്ന് ചെന്നോവർ വീണ്ടും അറബി ഞാനെന്നോവർ. അഹമ്മദ് എന്നതിൽ നിന്ന് മീമു പോയാൽ അഹദ് ആണല്ലോ. അപ്പോ റസൂലുള്ള അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ ദൈവമാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിന്റെ സിഫത്താകുന്ന അഹദിലേക്ക് മാറ്റിച്ചേർത്തു എന്നാണ് മൗലവിമാർ ഇവിടെ പറയുന്നത്. എന്നിട്ടോ ആ സിഫത്ത് തന്നെ ഉണ്ടാകെ ഇവിടെ മൗലവി പ്രസംഗിച്ചത് അങ്ങനെ സിഫത്ത് പഠിപ്പിക്കൽ തന്നെ നിർബന്ധമല്ല. അള്ളാഹുവിന്റെ സിഫത്തുകൾ പഠിപ്പിക്കൽ തന്നെ നിർബന്ധമല്ല. മുസ്ലിയാർ പറയാ പിന്നെ എന്ത് സിഫത്ത് ഉണ്ടായാലും നിങ്ങൾക്ക് എന്താ വേജാറ്? അപ്പൊ എന്തിനാ അള്ളാന്റെ സിഫത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ വഹാബിസം വേരൂന്നൂല? എന്തുകൊണ്ട്? വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് കൊല്ലത്തിൽ പഠിച്ചോനെ മാറ്റണം. കൊല്ലം പഠിച്ചോനെ മാറ്റണം. 1952 കെ എം മൗലവിയുടെ ഫതാവൽ മനാറിൽ കെ എം മൗലവി പറഞ്ഞെന്താ? അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്നാണ്. അള്ളാഹ്ക്ക് കൈയുണ്ട് കാലുണ്ട്, അള്ള കേറും ഇരിക്കും എന്ന് തുടങ്ങി അള്ളാഹ്ക്ക് സ്ഥലവും കാലവും നൽകുന്ന ഒരു മുസ്ലിം അവൻ മുസ്ലിം അല്ല, അവൻ കാഫിറാണെന്നാണ് കെ എം മൗലവി പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് 1988 അത് തന്നെയാണ് വഹാബികളുടെ വാദം. എന്നാൽ പിന്നെ 2005 2004 കാലങ്ങളെത്തിയപ്പോൾ ഇവരെ പഠിച്ചോണവൽ എന്ത് ചെയ്തു പറയുന്നത്? 2004 പഠിച്ചോന്റെ അവസ്ഥ എന്താ? രാത്രി 3 ഒരു ഭാഗം ശേഷിച്ചിരിക്കെ 1ാമത്തെ ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ്? രാത്രി പകുതിയായ 1ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും. വഹാബിയക്ക് കൂട്ടായി അബ്ദുല്ലാജി എന്നൊരു മൗലവിന്റെ നല്ല ഉശിരൻ പ്രസംഗകന. അയാൾ പലയിടത്തും പറയും അള്ള ഇറങ്ങി വരും. ഇതിങ്ങനെ കേട്ട് പണ്ടൊരു കാരണോല് ഈ പ്രസംഗം കേട്ടപ്പോ അയാൾക്ക് കേട്ടിട്ട് വല്ലാത്ത ബേജാറ്. എന്താ ബേജാറ്? ഒന്നുമല്ല, മൗലവിന്റെ പ്രസംഗം കേട്ടപ്പോ അള്ള ഇറങ്ങി വരുന്ന ഹദീസേ മൗലവി പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ ആചാര്യങ്ങനെ ഈ കാരണോല് ചിന്തിച്ച് പഠിച്ചോനെ അള്ള എന്നും ഇങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ എപ്പോഴാ പഠിച്ചോൻ കേറിപ്പോകലെന്നൊരു സംശയം കാട്ടാം. അയാൾ ചെന്നിട്ട് ആചാര്യോട് ചോദിച്ചു, അല്ല അബ്ദുല്ലാജി, നിങ്ങളിപ്പോ ഇങ്ങനെ എല്ലാ ദിവസവും അള്ള 1ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഹദീസ് ഇങ്ങനെ ഓതുന്നുണ്ട്. ഇന്ന് ഇറങ്ങി വന്നാല് നാളെ ഈ പഠിച്ചോൻ ഇറങ്ങി വരണമെങ്കിൽ എപ്പോഴേലും ഒന്ന് കേറിപ്പോണ്ടോ? എപ്പോഴാ അബ്ദുല്ലാജി കേറിപ്പോകലെന്ന് ചോദിച്ചു. അതിലിങ്ങനെ അന്ന് തലമൊഴിഞ്ഞാണ്ട് അബ്ദുല്ലാജി ആ പ്രസംഗം നിർത്തിയെന്ന കഥ. ഇതുപോലെ 2004 വഹാബികളുടെ വാദം എന്താ? അള്ള 1ാം ആകാശത്തേക്ക് ഇറങ്ങുന്ന. ഇങ്ങനെ ഇറങ്ങി വേജാറായി എന്നും ഇറങ്ങണ പണിയല്ലേ? ഇങ്ങനെ ഇറങ്ങി കയറാതെ താസപ്പെട്ട് വീണ്ടും അർസിലെത്തി വീണ്ടും ഇറങ്ങുന്ന ഈ പഠിച്ചോൻ, ആ പഠിച്ചോനെ പിന്നെ എന്ത് ചെയ്തു? അവസാനം നടന്നു ഒരു കൊല്ലായപ്പോ പഠിച്ചോൻ കൊയങ്ങിയപ്പോ 2005 വഹാബികൾ കൂടിയിട്ട് എന്ത് ചെയ്തു പറയുന്നത്? അള്ളാഹു സൃഷ്ടികളിൽ നിന്നെല്ലാം വേറിട്ട് തന്റെ ദാത്തോടുകൂടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. എങ്ങനെ അതുപോലെ
റെന്റ് കൺട്രോൾ മുൻസിഫ് കോടതി മുമ്പാകെ ബഹുമാന്യനായ AP അബ്ദുൽ ഖാദർ മൗലവി എഴുതി കൊടുത്തിട്ടുള്ള കേസാണിത്. ഇതിലെന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? വരെ നിങ്ങൾ പലിശ ലഭിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. എതിർ കക്ഷിയാൽ ഹർജിക്കാരന് വരേണ്ട താഴെ ചേർത്ത പ്രകാരമുള്ള വാടക ബാക്കിയും പലിശയും മേലാൽ വസൂലാവുന്നത് വരെ 6% പ്രകാരമുള്ള പലിശയും പിന്നീട് മുറി ഒഴിഞ്ഞു കിട്ടുന്നത് വരെ പലതുമുണ്ട്. നോക്കൂ നിങ്ങൾ, പലിശ ലഭിക്കാൻ വേണ്ടി കേസ് കൊടുത്തിട്ട് ഇവരാരെങ്കിലും ഒരു അക്ഷരം പറഞ്ഞ് ഏതെങ്കിലും ഒരു നേതാക്കന്മാർ APയെ തിരുത്തിയോ? അത് എന്ന് എതിർകക്ഷിയാൽ ഹർജിക്കാരന് വരേണ്ട താഴെ ചേർത്ത പ്രകാരമുള്ള വാടക ബാക്കിയും പലിശയും മേലാൽ വസൂലാവുന്നതുവരെ 6% പ്രകാരമുള്ള പലിശയും മുറി ഒഴിച്ച് കൈവശപ്പെടുന്നതുവരെ മാസത്തിൽ 1000 രൂപ കണ്ടുള്ള മേലാൽ വാടകയും എതിർകക്ഷിയാൽ വരുമാനം കൽപ്പിച്ച് വിധിയുണ്ടാവുന്ന പ്രകാരം 23,000 അതിന് മാസക്രമ പ്രകാരം 6% പ്രകാരം 1/1/2002 മുതൽ 1/11/2003 കൂടി പലിശ 1265. ആകെ 24,265. നിങ്ങളുടെ കോടതി മാത്രം പറഞ്ഞാൽ വല്ലവോട്ട് കോടതി പറയണം. പോരാത്തത് കേന്ദ്രം അരുമനാഥിന്റെ പേരിൽ ഇറക്കിയിരിക്കുന്ന ഈ പോക്കറ്റ് ഡയറിയിലുള്ള പലിശ കണക്കിയിരിക്കുന്ന അതുകൊണ്ടാണോ? മാന്യമായി വിതരണം ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആളുകളുടെ കൈകളിലെ
സംവിധാനങ്ങൾ മുഴുവൻ ഏറ്റവും നിർദ്ദേശപ്രകാരവും സമ്മതപ്രകാരമായിരുന്നു. രാജ്യം പോർട്ടിട്ടു വളണ്ടിയർ ബോർഡിന്റെ പേരിൽ കായംപൂർ മക്കത്തിന്റെയും സുന്നി ടൈഗർ ഫോഴ്സിന്റെയും ഇസ്ലാമിയുടെയും ജയ്മണിയുടെയും ഭീകരതയുടെ മുഖം വിസിറ്റിംഗ് പോലീസ് മന്ത്രവാദികൾ ഏതൊരു കൊലപാതകം കൂട്ടകാലം കാന്തപരം ചെയ്യുക, ഏതെങ്കിലും വഴിപ്പിച്ചുവിടാൻ ഒരു കോടി നൽകി ഇറങ്ങിയെത്തുക, 8 കൊലപാതകങ്ങളുടെ ആസൂത്രണ കേന്ദ്രം കായംപൂർ പേരിടാമങ്ങൾ പുറത്തുവിടുക, അണികളുടെ ഇടയ്ക്ക് രക്ഷപ്പെടാൻ മന്ത്രമലയിൽ ജയ്മണിയെ തിരിച്ചറിയുക, രാജ്യത്ത് അന്തർക്കും വിഭാഗീയത്തിൽ നടത്തുന്നതിന്റെ അധികൃതർ സമൂഹം മുഴുവൻ പൗരാവകാശം വേണ്ടി കോഴിക്കോട് ഈ പോസ്റ്ററിന് ആഴ്ചയെ ഒട്ടിച്ചു. രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ഒട്ടിക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. എന്നിട്ട് ഉറക്കമൊഴിച്ച് രാത്രി ഒട്ടിച്ച ഞങ്ങൾ പകൽ കടത്താൻ പാടില്ല. പകൽ നോക്കി നിന്നിട്ട് ആരാടായി പോസ്റ്റ് ഏതാളുകളിൽ പൗരാവകാശം വേണ്ടി ഈ ആരാടാ ഇവിടെ ഇല്ലാതെന്നും ചോദിച്ചിട്ട് അത്ഭുതത്തോടുകൂടി ഞങ്ങൾ തന്നെ വായിപ്പോയി വേണം. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കിട്ടിയ നിർദ്ദേശങ്ങൾ. ഈ ക്യാമ്പസിൽ വന്ന് ഈ പോസ്റ്റർ കണ്ടതിന്റെ പിറ്റേ ദിവസം ഏതാനും മുസ്ലിംകളുടെ കൂട്ടത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിലെ ഏതാനും പ്രവർത്തകർ ഈ ക്യാമ്പസിൽ വരികയും എവിടെയാണ് 2 വ്യക്തികളെ അയ്യത്തും വാദിയെ കൊണ്ട് 2 നേതാക്കൾ നിയമിക്കുകയും ചെയ്തു. അവരെ മുകളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നു. ആരാണ് ഈ പോസ്റ്റർ സിസ്റ്റം ചോദിച്ചു. ഞങ്ങളെന്താ ആരാണ് പറഞ്ഞത്. അവർ എവിടെയുള്ള പോസ്റ്ററുകൾ കണ്ടത് മുഴുവൻ സ്വീകരിച്ചാണ് പോയത്. അതുപോലെ തന്നെ സന്നദ്ധം കഴിച്ചു. മലപ്പുറത്ത് ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞുകൊണ്ട് വാദിയെ കൊണ്ടുപോയി നിർദ്ദേശം നൽകി മലപ്പുറത്ത് അന്നം കഴിച്ചു. ബാംഗ്ലൂർ കുട്ടികളെ ഉപരാസം ചെയ്യുക, ഇവരുടെ പേരും അപമാനിപ്പിക്കുക, മതപ്രബോധന ബോധം നേടുക, പൗരാകാശ സമ്മേളനം എടപ്പാൾ മലപ്പുറം കോഴിക്കോട് സമ്മേളനം പൗരാകാശ സമ്മേളനത്തിൽ കോഴിക്കോട് ഈ പോസ്റ്ററിലൂടെയും പരിപാടികളുടെയും പേരിൽ എത്ര തല്ലിക്കിട്ടി. അരീക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മുജാഹിദ് പ്രവർത്തകരെ കാന്തപുരം കുഞ്ഞുങ്ങളും പോലീസും പൊതിരെ തല്ലി ഉണ്ടായിട്ടില്ലേ. ഒരു മുസ്ലിം രാജ്യത്ത് അള്ളാഹുവിന്റെ റസൂലുള്ള പഠിപ്പിച്ചു, ഖുർആൻ എവിടെ ഓതുന്നോ ഖുർആൻ ഓതുന്നിടത്ത് ബറക്കത്തുണ്ട്, ഖുർആൻ ഓതുന്നിടത്ത് ബറക്കത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മരണാസന്നനോ മരിച്ചവനോ ആയി കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഖുർആൻ ഓതണം, യാസീൻ ഓതണം എന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പഴമക്കാരായ ആളുകൾ അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നിടത്ത് ബറക്കത്തുണ്ടാകുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുകയും എഴുതി വെക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നു കസീർ ഉൾപ്പെടെ തന്റെ തഫ്സീറിൽ അത്തരം ഹദീസുകൾ ഉദ്ധരിച്ച് ഖുർആൻ ഓതുന്നിടത്ത് ബർക്കത്തിറങ്ങുമെന്ന് മഹാന്മാരുടെ സംഭവം ഉദ്ധരിച്ച് അവരെ എഴുതി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്നാൽ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ മുളക്കൂട്ടത്തിലേക്ക് കയറിയ കാട്ടാനക്കൂട്ടം കണക്കെ ഇസ്ലാമിൽ ആദരിക്കപ്പെടുന്ന എല്ലാത്തിനെയും അവർ ഛിന്ന ഭിന്നമാക്കി. എല്ലാം അവർ അവഹേളിച്ചു. അക്കൂട്ടത്തിൽ നമ്മളൊക്കെ ഒരു പാരമ്പര്യമുണ്ട്. ഒരു മരണ വീട്ടിൽ റസൂലുള്ള പറഞ്ഞു, ഖുർആൻ ഓതുന്നിടത്ത് മലായിക്കത്തിറങ്ങും, ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മലായിക്കത്തിറങ്ങുന്ന. അതേ സമയത്ത് ഖുർആൻ കേട്ട പിശാച് ഓടി മറിയുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു അവസ്ഥ ഉണ്ട്. എന്താ, ഒരു മരിച്ച വീട്ടിലിങ്ങനെ കഫൻ ചെയ്യലും അതുപോലെ ജനാദ എടുക്കാനൊക്കെ ആയി സമയമായ വയസ്സെത്തിയ ഒരു കാരണോലും കഫൻ ചെയ്യലും കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീടിന്റെ ഉള്ളിൽ നിന്ന് പറയും, കഫൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്, അൽ ഫാത്തിഹ. ഫാത്തിഹ വിളിക്ക. എന്തിന്? ആ മനുഷ്യൻ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടു ജനിച്ച, ജീവിതത്തിലുടനീളം തന്റെ മാറോട് ചേർത്ത് പിടിച്ച വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ആവട്ടെ ഈ വിശ്വാസിക്ക് യാത്ര പറയേണ്ടത്. അതാവട്ടെ ഖുർആൻ ഓടുന്ന റഹ്മത്തിന്റെ മലായിക്കത്തിറങ്ങുന്ന ഭക്തിയുറ്റി നിൽക്കുന്ന സാഹചര്യത്തിലാവട്ടെ ഈ വിശ്വാസിയെ വീട്ടിൽ നിന്ന് യാത്ര പറയിപ്പിക്കേണ്ടത്. ആ അൽ ഫാത്തിഹ വിളിച്ച് മിറ്റത്തിരിക്കണ കസാലമ്മല് കുറെ ആൾക്കാർ ഇരിക്കണുണ്ട്. നിങ്ങൾ കണ്ടിക്കണോ അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ റസൂലുള്ള പറഞ്ഞ ആ ഇബ്ലീസിന് ആ മലായിക്കത്തിന് ശരിക്കെടുക്കണം. അൽ ഫാത്തിഹ എന്ന് പറയുമ്പോ കുറെ കസാലിന്ന് കാണാൻ കുറച്ച് ആൾക്കാർ അങ്ങനെ പോകും. അപ്പൊ കാണാം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കുറെ മലായിക്കത്ത് ആ കസാലിൽ നിന്ന് വന്ന് കുത്തുന്നു. അൽ ഫാത്തിഹ എന്നുള്ളൊരു ബോംബാണ് ഇട്ടാ മതി, എന്നാ എന്ത് ചെയ്യും? എല്ലാ പിശാചും പോയിക്കോളും. ആ അൽ ഫാത്തിഹ ഇട്ടാ മതി, അതാണ് ഏറ്റവും വലിയ ബോംബ്. അങ്ങനെയാണല്ലോ. കുന്തിരിക്കം പോകിനോട് ഇബ്ലീസ് ഉണ്ടാവില്ല എന്ന് പഴമക്കാര് പറയും. ഖുർആൻ ഓതുന്നതിന് എന്താ അപകടം? എന്നാൽ ആ ഫാത്തിഹ വിളിയെ വഹാബികൾ പരിഹസിച്ചു. ഖുർആനിൽ സൂറത്തുൽ ഇഖ്ലാസ്
മഹാന്മാര് പറഞ്ഞു സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞ ഖുർആനിന്റെ മൂന്നിലൊരംശത്തിന്റെ ആശയം അതിലുണ്ട്. അത്ര മഹത്തരമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതുകൊണ്ട് മഹാന്മാര് തീരുമാനിച്ചു, ഒരു കല്യാണം ഇറങ്ങുമ്പോൾ, പുതിയാപ്പിള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഒരു മയ്യത്തെടുക്കുമ്പോൾ, മുസ്ലിങ്ങൾക്ക് സന്തോഷവും സന്താപവും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഖുർആൻ കൊണ്ട് നമുക്ക് പരിഹാരം നേടണം. അങ്ങനെ ഖുർആൻ ഓതി. ഇന്നെന്തായി, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആ ഫാത്തിയെ പരിഹസിച്ച് അതൊക്കെ വീട്ടിൽ നിന്ന് മാറ്റിവെച്ചപ്പോൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പുതിയാപ്പിള ഇറങ്ങുന്നോടത്ത് പടക്കം പൊട്ടുകയാണ്, അല്ലേ? ചെരുപ്പ് മാലയണിക്കപ്പെടുകയാണ്. എന്താ? മലായിക്കത്ത് കയറി നിന്നിടത്തേക്ക് ഇബ്ലീസിന്റെ സാന്നിധ്യം നമ്മൾ കാണുന്നു. ഖുർആൻ ഓതുന്നിടത്ത് പടക്കം പൊട്ടിക്കൽ ഖുർആനിന് വഴിമാറിപ്പോകുന്നു. പടക്കം പൊട്ടിക്കലിന് ഖുർആനിന്റെ മുന്നിൽ പടക്കം പൊട്ടിക്കൽ തിരിച്ചു വരുന്നു. സഹോദരന്മാരെ, ഇതാ എന്താണ് മുസ്ലിങ്ങൾ ആദരിക്കുന്ന എല്ലാത്തിനെയും അവഹേളിക്കുക. അതാണ് വഹാബി മതം എന്ന് പറയുന്നത്. ഇത് മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറയുന്ന ഇസ്മു മുസമ്മിയൊത്ത മുജാഹിദ, അയാള് ഫാത്തിയെ കുറിച്ച് പറയുന്ന ഒരു വാക്ക് കേൾക്കുക, പരിഹസിക്കാം. ഫാത്തിയെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ അത് ഹറാമാന്ന് പറയലൊരു മര്യാദയാണ്. ഇതല്ല, ഫാത്തിഹയെ പരിഹസിക്കുക. അത് നിങ്ങളൊന്ന് കേൾക്കൂ. ഒരു മണവാളത്തെ അൽഫാത്തിഹ പോകും അൽഫാത്തിഹ നിക്കാഹ് നടക്കും അൽഫാത്തിഹ അൽഫാത്തിഹയുള്ളവർക്കെല്ലാം ആലോചിച്ച് മരിച്ചേടത്തെ അൽഫാത്തിഹ ഒരു മണവാളത്തെ അൽഫാത്തിഹ ഗൾഫിലേക്ക് പോകും അൽഫാത്തിഹ നിക്കാഹ് നടക്കും അൽഫാത്തിഹ അൽഫാത്തിഹയുള്ളവർക്കെല്ലാം സംഗതി കേട്ടില്ല. ഫാത്തിഹ ഓതിയ ഗാന്ധിത്തലയാണ്. ഇതൊരു കരിങ്കൽ തൊഴിലാളിയാണ്. ഇയാൾക്ക് എന്തും പറയാം. എന്താ വിഷയം എന്നറിയങ്ങള്? നമ്മളൊക്കെ ഖുർആൻ ഓതുന്നതാ. എവിടെ? ഒരു ദിവസം ഇശാമഗ്‌രിബിന്റെ അടിയിൽ ഒരു 6 ഫാത്തിഹ നമ്മൾ ഓതും. എത്ര കായായി നമുക്കറിയില്ല. ഇപ്പൊ ഫാത്തിഹയിൽ നമ്മളിങ്ങനെ ഫാത്തിഹ ഓതുന്നതിനനുസരിച്ച് ഒരു ഫാത്തിഹയ്ക്ക് 150 ആണെങ്കിൽ ഒരു അദ്ദാദിരി നമുക്ക് എത്ര ഉപ്പ കിട്ടും? വരുമാനം എത്രയാ? ആലോചിച്ച് നിങ്ങള്. കള്ളത്തരങ്ങൾ പറയാ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഫാത്തിഹ ഓതല് തെറ്റാന്നില്ലിന് വല്ല ആയത്തോദീസ് ഓതിയാ പോരെ? ഖുർആൻ ഓതല് തെറ്റാന്നില്ലിന് എവിടെ മൗലവി ആയത്തോദീസും? ഖുർആൻ ഓതാം. ഖുർആൻ ഓതുന്നേരത്ത് റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങും. അവിടെ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ വരെ ഉദ്ധരിച്ചു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഖുർആന് മലമൂത്ര വിസർജന സ്ഥലം ഉൾപ്പെടെയുള്ള പൈശാചിക കേന്ദ്രങ്ങളിലല്ലാതെ പരിശുദ്ധ ഖുർആൻ ഓതാൻ പാടില്ല. ഇന്ന സ്ഥലത്തു പാടില്ല, മരിച്ചെടുത്തു പാടില്ല, ജനിച്ചെടുത്തു പാടില്ല. മുസ്ലിങ്ങളുടെ സന്തോഷത്തിലും സന്താപത്തിലും ഖുർആൻ കൂടെയുണ്ടാവരുത്, അത് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുചര്യകളിൽ എവിടെയെങ്കിലും ഒരു വാചകം തന്റെ ഇടമുള്ളൊരു വഹാബിക്ക് കറുത്ത മഷി എഴുതിയ വെളുത്ത കടലാസിൽ കറുത്ത മഷി കൊണ്ടെഴുതിയ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ കാണിച്ചു തരാൻ കഴിയുമോ? പരിഹസിക്കാൻ ഏത് കരിങ്കൽ തൊഴിലാളിക്കും കഴിയും. അതിന് വലിയ വിവരമൊന്നും വേണ്ട, നിഷേധിക്കാൻ വലിയ വിവരമൊന്നും വേണ്ട. സഹോദരന്മാരെ, ദുഃഖണ്ട്. എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു, കല്യാണ സദസ്സില് കാരണവന്മാരും രക്ഷിതാക്കളും ഒക്കെ ഒപ്പമിരുന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് യാത്ര പറഞ്ഞു വിട്ട പുതിയാപ്പിള ചെറുക്കന്റെ ആ കല്യാണ സദസ്സിലേക്ക് തലേന്ന് നടക്കുന്ന മദ്യക്കുപ്പിയുടെ കല്യാണവും രാവിലെ പുതിയാപ്പിള ഇറങ്ങുമ്പോഴുള്ള ചെരുപ്പുമാലയുടെ ഏറും പടക്കം പൊട്ടിക്കലും തിരിച്ചു വരുമ്പോൾ വഹാബി സദസ്സുകളിലേക്ക് എന്താ വരുന്നത്? നമ്മളൊക്കെ മർക്കസിന്റെ സമ്മേളനത്തിൽ ഫാത്തിഹ ഓതുകയാണ്, സയ്യിദന്മാര് ദുആർക്കുകയാണ്. നമ്മുടെ എല്ലാ സംഗതിയിലും അങ്ങനെയാണ്. എന്നാൽ വഹാബികളുടെ ഒരു പരിപാടി എങ്ങനെ തുടങ്ങാം? അൽഫാത്തിഹ തെറ്റാ. കാരണം എന്താ? അത് അറബിയിലാണ്, അത് ഖുർആനിന്റെ മൂല്യത്തോടു കൂടിയാ. എന്നാൽ വഹാബികളുടെ ഒരു സമ്മേളനമോ ഒരു ആഘോഷമോ തുടങ്ങുന്നത് മലയാള ഫാത്തിഹ കൊണ്ടാണ്. മേപ്പയ്യൂരിലെ സലഫി കോളേജിന്റെ സമ്മേളനം തുടങ്ങുന്നതിന് അവർ ചെല്ലുന്ന അൽഫാത്തിഹ കേട്ടോളി. നമ്മുടെ അൽഫാത്തിഹ തെറ്റ്, ഓല അൽഫാത്തിഹ ഒന്ന് കേൾക്കി. തിരുനാമത്തിലാരംഭിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലോകങ്ങൾക്കുമേകരക്ഷകനാകുമഖിലേശ്വരനാക സകല സ്തോത്രങ്ങൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരമകാരുണ്യവാദാത്മനികേതനം അർറഹ്മാനിർ റഹീം. ദിവസത്തിന്റെ അധിപതി മാലികി യൗമിദ്ദീൻ. ആരാധിപ്പോ ഞങ്ങൾ അങ്ങേ മാത്രം ഇയ്യാക നഅ്ബുദു. സഹായം
സഹായമർപ്പിപ്പതും وإياك نستعين നയിക്കണമെങ്ങളെ اهدنا الصراط المستقيم നിന്നനുഗ്രഹ പാത്രമായോ തന്മാർഗങ്ങളിൽ صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കണ്ടില്ല വഹാബികൾ അൽഫാത്തിയപ്പ കേട്ട് അതാ മേപ്പയൂരിലെ സലഫി സമ്മേളനത്തിന്റെ ആഘോഷത്തിൽ അവർ ചെല്ലുന്ന ഫാത്തിയ എന്താ വ്യത്യാസം? നമ്മൾ ഖുർആൻ ആ രൂപത്തിൽ ചെല്ലുന്നു, ഇവർ ആ ഖുർആനിന് പകരം മറ്റു പലതും പ്രതിഷ്ഠിക്കുന്നു. നേരത്തെ നിങ്ങൾ കണ്ടില്ലേ, ആ ഫാത്തിയ ഓതുന്ന നേരത്ത് നമ്മളെടുത്തുണ്ടാവും ഉസ്താദുമാരും ആലിമീങ്ങളും പുതിയാപ്പിള ചെറുക്കനൊക്കെ അങ്ങനെ ഇരിക്കുമ്പോ വഹാബികൾ എടുത്ത് മക്ബറിയിൽ പോയ ബഹുമാനത്തിൽ നിന്ന അപകടം. എന്നാ വഹാബികളെ സ്റ്റേജിൽ കണ്ടില്ല നിങ്ങൾ, ഒന്നാം തരം പെൺകുട്ടികൾ ഇങ്ങനെ ഫാത്തിയ ഓതുമ്പോ അതിന്റെ ബേക്കിൽ ഇങ്ങനെ ഒരു ഉളുപ്പില്ലാതെ മൗലവി തമ്പുരാക്കൾ എത്ര അച്ചടക്കത്തിലും അതേപോലെ ബേക്കിൽ നിൽക്കുന്നത്. ഫാത്തിയ ഓതുമ്പോഴേ ഏത് ഫാത്തിയ? മലയാള ഫാത്തിയ, അറബി ഫാത്തിയ അമീർ മുസ്ലിയാർക്ക് കുഴപ്പ അല്ലെ? ഖുർആനിന്റെ വാചകോദിയ കുഴപ്പം. മേപ്പയൂരിലെ സലഫി കോളേജ് ഉൾപ്പെടെയുള്ള നിങ്ങളുടെ വാർഷികത്തിൽ മലയാള ഫാത്തിയ എന്ന പേരിൽ ഖുർആനിനെ വ്യതിചലിപ്പിക്കാനും ഖുർആനിന്റെ വിശുദ്ധി കളങ്കപ്പെടുത്താനും നിങ്ങൾ ഉരുവിടുന്ന ഈ മന്ത്രങ്ങളും ജപങ്ങളും എവിടെയാണ് നിങ്ങൾക്ക് തെളിവ് കിട്ടിയത്? അറബിയിൽ ഫാത്തിയോദിയ ശിർക്കാണല്ലേ? മലയാളത്തിലോതുന്ന ഫാത്തിയൊക്കെ എവിടെ മുസ്ലിയാരെ നിങ്ങൾക്ക് തെളിവുള്ളത്? മലയാളത്തിലോതുന്ന ഫാത്തിയൊക്കെ ഏത് ഹദീസിലാണ് നിങ്ങൾക്ക് തെളിവുള്ളത്? അത് നിങ്ങൾക്ക് ബിദ്അത്തല്ല അല്ലേ? അത് നിങ്ങൾക്ക് ശിർക്കല്ല അല്ലേ? എന്താ സംഭവം? ഇസ്ലാമിന്റെ മൂല്യത്തിൽ നിന്ന് നമ്മെ പിറകോട്ട് കൊണ്ടുപോവുക. മലയാള ഫാത്തിയ ഓതാം, അറബി ഫാത്തിയ പാടില്ല. എന്താ ഇതിന്റെ അർത്ഥം? മലയാള ഫാത്തിയക്ക് തെളിവുണ്ട്, അറബി ഫാത്തിയക്ക് തെളിവില്ല. ഇതിനാ വഹാബികളെ വൈരുദ്ധ്യാധിഷ്ഠിത വഹാബിസം എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ വികലചിന്ത. അടിസ്ഥാനമില്ലാതെ കള്ളത്തരങ്ങൾ പറഞ്ഞ് കബളിപ്പിച്ച് വിശ്വാസികളുടെ വിശ്വാസം പണത്തിന്റെ ഹുങ്കുകൊണ്ട്, പ്രതാപത്തിന്റെ ഹുങ്കുകൊണ്ട് അവരുടെ ആശയത്തെ ആശയത്തിന് വേണ്ടി പിഴുതു പറ്റാമെന്ന് ഏതെങ്കിലും വിഡ്ഢിക്കോമരങ്ങൾ ആലോചിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ തന്നെയാണ്. ഫാത്തിയക്ക് നിങ്ങൾക്ക് തെളിവ് വേണം. മലയാള ഫാത്തിയക്ക് തെളിവ് പറഞ്ഞ ആയത്തിന്റെ തൊട്ട് താഴെ അറബി ഫാത്തിയക്ക് തെളിവ്. ഇബ്നു കസീർ പറഞ്ഞു, ഫാത്തി ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിന്റെ മലായിക്കത്ത് വരും. അതുകൊണ്ടാ മുസ്ലിങ്ങൾ കൂടുന്നിടത്തൊക്കെ ഖുർആൻ ഓതുന്നത്. വഹാബിയക്ക് മലയാളം, കാരണം അവിടെ റഹ്മത്തിന്റെ മലായിക്കത്തല്ല വരേണ്ടത്. സഹോദരന്മാരെ, ഇനി നിങ്ങൾ അറിയുക, വേറെ ഒരു വാദം എന്താണ്? രണ്ടാമത്തെ ബഹുമാനിക്കുന്ന വസ്തു എന്താണ്? ഖുർആൻ കഴിഞ്ഞ മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്നത് മുത്തുനബിയെയാണ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എന്നാൽ വഹാബികൾ എന്ത് കണ്ടെത്തി? വിശ്വാസികളുടെ മനസ്സുകളിൽ നിന്ന് പാരമ്പര്യമായി പ്രവാചക പ്രേമത്തെ പിഴുതെറിയാനുള്ള ശ്രമം നടത്തി. അങ്ങനെ പണ്ട് കാലങ്ങളിൽ അവരെഴുതി, ഡോക്ടർ ഉസ്മാൻ എന്ന് പറയുന്ന യുക്തിവാദി മുജാഹിദ് കുപ്പായം എടുത്തു മാപ്പിളമാരുടെ കൂട്ടത്തിൽ വന്ന് ശബാബ് എന്ന് പറയുന്ന വാരികയിൽ എഴുതി എന്താ? മുഴുവൻ പ്രവാചകന്മാർക്കും സാധാരണ കേൾവിയും സാധാരണ കാഴ്ചയും സാധാരണ സാഹചര്യവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ജിബ്രീലിനെ കാണാൻ കഴിയാത്തതുപോലെ, റഖീബ് അതീദിനെ കാണാൻ കഴിയാത്തതുപോലെ, നമുക്ക് മലക്കുകളോട് സംവദിക്കാൻ കഴിയാത്തതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ജിബ്രീലിനെ കാണാനുള്ള കണ്ണില്ല, ജിബ്രീലിനെ കേൾക്കാനുള്ള കേൾവിയില്ല, ജിബ്രീലുമായി സംവദിക്കാനുള്ള സവിശേഷമായ സാഹചര്യമില്ല എന്ന അർത്ഥത്തിൽ ഖുർആൻ എന്നത് മനുഷ്യനിർമ്മിതമാണ്, അത് ജിബ്രീൽ കൊടുത്ത വഹിയല്ല എന്ന് സ്ഥാപിക്കാൻ ഒന്നാമതായി റസൂലുള്ളയെ സാധാരണ കേൾവിക്കാരനും സാധാരണ കാഴ്ചക്കാരനുമാക്കി. മാത്രമല്ല വിശ്വാസികളൊക്കെ പണ്ട് മുതലേ ചെയ്തതെന്താണ്? റസൂലുള്ളയുടെ ജന്മദിനം വരുമ്പോൾ, അതുപോലെയുള്ള സുദിനങ്ങൾ വരുമ്പോൾ റസൂലുള്ള തന്നെ തിങ്കളാഴ്ചക്ക് പ്രാധാന്യം കൊടുത്തു നോമ്പനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ച ദിവസം അതിന് പ്രാധാന്യമുണ്ട്, അതിനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് അന്നൊരു പുണ്യകർമ്മം ചെയ്യണമെന്ന് റസൂലുള്ള തീരുമാനിച്ചു. സകല സമൂഹത്തെയും വിളിച്ചിരുത്തി റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ സെമിനാറുകളും അതുപോലെ പ്രകീർത്തനങ്ങളും നടത്തി റസൂലുള്ളയുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണമെന്ന് വഹാബികൾ 1950 ഡിസംബർ 20 അവരിറക്കിയ അൽമനാറിൽ അവർ പറഞ്ഞു. എന്താ പറഞ്ഞത്? ലോകത്തെല്ലായിടത്തും
സഹോദരങ്ങളെ, ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ ഈ റബീഉൽ അവ്വൽ 12-ന് ഉദയഗിരി മുതൽ, ഉദയഗിരി എന്ന കിഴക്ക് അസ്തമനഗിരി വരെയുള്ള, പടിഞ്ഞാറ് വരെയുള്ള എല്ലാ മുസ്ലിംകളും ആഹ്ലാദം കൊള്ളുകയും ആ വന്യ നേതാവിന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച് സ്തുതികീർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ തങ്ങൾ സ്നേഹിക്കുന്ന ലോകമാകെയുള്ള മാർഗദർശിയെ സ്നേഹിച്ചുകൊണ്ടാണ് ഇത് വിശ്വാസികൾ ചെയ്യുന്നത്. 1950 അൽമനാറിൽ വഹാബികൾ പറയുന്ന എന്താ, മൗലിദ് ഓതലുണ്ട്. ഇവിടെ അമീദ് മുസ്ലിയാർക്ക് മൗലിദ് ഓതാൻ പാടില്ല. അതേ സമയത്ത് ഇവരുടെ പൂർവികരായ നേതാക്കന്മാർ പറയുന്ന എന്താ, 1950 പടിഞ്ഞാറും കിഴക്കും ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മൗലിദ് ഓതുന്നുണ്ട്. അതാ സച്ചരിതങ്ങൾ പുകഴ്ത്തി പറയാന്ന് പറഞ്ഞാൽ ഓതുന്നുണ്ട്. ഇപ്പോഴാണ് അത് ശിർക്കായത്. എന്നാൽ അടുത്ത കാലത്ത് മൗലവിക്കെന്തായി, കുഴിപ്പറമ്പുകാരനായ ഒരു മൗലവി പറയാ, ചുരുങ്ങിയത് മൗലിദ് കറാഹത്തോ അറാമോ ഏതെങ്കിലും ഒന്നാവും തീരുമാനാക്കിയിട്ടില്ല. മുമ്പ് 1950 അൽമനാറിൽ പറയുന്ന എന്താ, പടിഞ്ഞാറും കിഴക്കും ഉൾപ്പെടെ ലോകത്തിന്റെ തെരുവുകളിൽ 10 മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെ റസൂലുള്ളാന്റെ പ്രകീർത്തനം പറയുന്നു ജന്മദിനത്തിൽ. മൗലവി ഇപ്പൊ മൗലൂദിനെ കുതിര കയറിയല്ല. അതേ സമയത്ത് പിന്നീട് ഇവർ മാറ്റി, എന്തിന് ഒന്നിച്ചാണ് വന്നിട്ട് റസൂലുള്ളാനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കേൾക്കൂല. ഘട്ടം ഘട്ടമായി ക്യാൻസർ രോഗം പോലെ, അർബുദം പോലെ ഘട്ടം ഘട്ടമായി നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് മെല്ലെ ചുവടുറപ്പിക്കാനുള്ള ശ്രമം വഹാബിസം നടത്തി. ആദ്യകാലത്ത് ഒരു മൗലിദിനെ തള്ളിയില്ല. പിന്നീട് കണ്ടോ, ഒരു കുഴിപ്പറമ്പുകാരൻ മൗലവി പറയുന്നത് മൗലിദ് ചുരുങ്ങിയത് കറാത്തന്നെയിലാകും. അതൊന്ന് കേൾക്കൂ. മൗലിദ് ആഘോഷിച്ചിട്ടില്ല. മതത്തില് അനാചാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം ലോകത്തെ ഏകകണ്ഠമായ തീരുമാനപ്രകാരം അനുവദനീയമല്ല തന്നെ. ഫലം യബ്ഖയില്ല മക്റൂഹൻ ഔ ഹറാമൻ. അതിനാൽ മൗലിദാഘോഷം ഒന്നുകിൽ വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമായ കാര്യം. ഇതിൽ രണ്ടിലും കപട വിശ്വാസികൾക്ക് അത് വെറുക്കപ്പെട്ട 1950 വഹാബികൾ എഴുതിയതെന്താ, ഉദയഗിരിയും അസ്തമനഗിരിയും വരെയുള്ള എല്ലാ മുസ്ലിങ്ങളും റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ മൗലിദ് ഓതുന്നു, സച്ചരിതങ്ങൾ പറയുന്നു. എന്നാൽ ഇപ്പോൾ മൗലവിമാർ മെല്ലെ മെല്ലെ റസൂലുള്ളയെ ആദ്യം സാധാരണക്കാരനായി ചിത്രീകരിച്ചു. പിന്നെ പറഞ്ഞു, ഞാനും മുഹമ്മദ്, നീയും മുഹമ്മദ്, മക്കത്തതും മുഹമ്മദ്. എന്റെ ജന്മദിനത്തിന് ആരും ഒന്നും ചെയ്യാത്തതുപോലെ മക്കത്തെ മുഹമ്മദിന്റെ ജന്മദിനത്തിനും ഒന്നും ചെയ്യേണ്ടതില്ല. ഇതാണ് ഈ പറഞ്ഞതിന്റെ പച്ച മലയാളം അല്ലേ? ആദ്യമായി 50 ആഘോഷിച്ച വഹാബികള് ഘട്ടം ഘട്ടമായി ഉസ്മാൻ ഡോക്ടർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു, സാധാരണ മുഹമ്മദാ, അതുകൊണ്ട് ഞാനും മുഹമ്മദ്, മക്കത്തുള്ളയാളും മുഹമ്മദ്, എന്റെ ജന്മദിനം പോലെ മക്കത്തുള്ള മുഹമ്മദിന്റെ ജന്മദിനവും. എന്നാൽ നിങ്ങൾ അറിയണം, മുമ്പോല് പറഞ്ഞത് 50 ജന്മദിനുണ്ട് ലോകത്തെല്ലോടത്തുണ്ടുന്ന. അതില്ലായിട്ടാണോ വഹാബികൾ അത് ഹറാമാക്കിയത്? ലോകത്തെല്ലാ തലങ്ങളിലും അന്നുണ്ട്, ഇന്നുമുണ്ട്. ലോകത്ത് മുസ്ലിങ്ങൾ ഉള്ളിടത്തൊക്കെ അതുണ്ട്. ജന്മദിനങ്ങളിൽ പ്രത്യേകമായി സംഘടിച്ച് പ്രഭാഷണം നടത്തുന്നുണ്ട്, റസൂലുള്ളാന്റെ മൗലിദ് ഓതുന്നുണ്ട്. എത്രത്തോളം കേരളത്തിൽ നമ്മൾ ഓതുന്ന ശറഫുൽ അനാം മൗലിദ് ഉൾപ്പെടെയുള്ള മൗലിദുകൾ, അഡ്രസ്സില്ലാന്ന് ഹമീദ് മൗലിയാർ പറഞ്ഞ മൗലിദ് ഉണ്ടല്ലോ, അതടക്കമുള്ള മൗലിദുകൾ അറബി രാജ്യത്ത് നല്ല അറബി വേഷം ധരിച്ച ഒന്നാന്തരം അറബികൾ നടത്തുന്ന പ്രഭാഷണങ്ങളും അതുപോലെ അവരോതുന്ന മൗലിദുകളും ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളൊന്ന് പരിചയപ്പെടും. UAE ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും അബുദാബിയിൽ നടക്കുന്ന മീലാദ് കോൺഫറൻസ്, പ്രഗത്ഭ പണ്ഡിതന്മാരും സയ്യിദുകളും പങ്കെടുക്കുന്ന മീലാദ് സമ്മേളനം ലോകതലത്തിൽ തന്നെ ജനശ്രദ്ധയാകർഷിക്കുന്നു. يوم الميلاد المبارك هو الأصل الذي تفرعت عنه كل أمجاد നബിദിന യോഗത്തിൽ പ്രസംഗിക്കുകയാണ്. ذلك فإن التوجيه ആളെന്തറിഞ്ഞു അങ്ങാടി വാണിഭം, വഹാബി എന്തറിഞ്ഞു ഇസ്ലാം മതത്തെ. وعلى طلبة العلم
من حضرة الاحتفاء യമനിലെ മുസ്ലിം പണ്ഡിതൻ ഗോയയിലെ നബിദിന സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നു. ഇങ്ങനെയുള്ള ധാരാളം പ്രസംഗങ്ങൾ. ഇനി നിങ്ങൾ ഒരുപാട് മൗലിദുകൾ, അക്കൂട്ടത്തിൽ ഷറഫുലന മൗലിദ് ഉൾപ്പെടെ ഒന്നാം തരം അറബികൾ മൗലിദ് ഓതുന്നത് ലോക മുസ്ലിങ്ങളുടെ പാരമ്പര്യമായി വിശ്വാസികളെ നിങ്ങളൊന്ന് പരിചയപ്പെടുക. مكحلا في خلع الوقار والمهابة يجلى ولد نبينا محمد صلى الله عليه وسلم بوجه لا يرى أحسن منه ولا أحلى بنور كالشمس بل هو يا حبيب الله നേരെ റസൂലുള്ളാഹിനെ ഇസ്തിഗാസ ചെയ്തുകൊണ്ട് ലോക മുസ്ലിങ്ങളുടെ പാരമ്പര്യമായി നടക്കുന്ന മൗലിദ്. അബൂദാബിയിലെ മൗലിദ് സദസ്സ്. ദുബായിലെ മൗലിദ് സദസ്സ്. സലഫിസല്ല റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ പാകിസ്ഥാനിലെ മൗലിദ് സദസ്സ്. മലേഷ്യയിലെ ഒരു മദ്രസ ഹാളിൽ ഉസ്താദും കുട്ടികളും ഇരുന്ന് ചെല്ലുന്ന റസൂലുള്ളാഹിന്റെ മൗലിദ്. സഹോദരന്മാരെ, എന്താ സൂചിപ്പിച്ചത്? 1950 ഡിസംബർ 20 അൽമനാറിൽ പറഞ്ഞു, മുജാഹിദുകൾ ലോകത്തെല്ലായിടത്തും മൗലിദുണ്ട്, അതിപ്പോഴും നടക്കുന്നു. ലോക മുസ്ലിങ്ങളുടെ മുഖ്യധാരയിൽ സമുദായത്തിന്റെ ചിഹ്നമായി, അടയാളമായി റസൂലുള്ളാഹിയുടെ ജന്മദിനത്തിൽ പ്രകീർത്തനം പാടാത്ത ഒരു മുസ്ലിം ഉമ്മ വെച്ച ഒരു മുസ്ലിം ലോകത്തെവിടെയില്ല, കപട വിശ്വാസികളല്ലാതെ. സഹോദരന്മാരെ, ഇനി നമ്മൾ അറിയണം, ഈ സ്വലാത്തിനെയൊക്കെ മാറ്റി, ഈ മൗലിദിനെയൊക്കെ മാറ്റിവെച്ച വഹാബികൾ ആ സ്വലാത്തിന്റെയും മൗലിദിന്റെയും സദസ്സ് കണ്ടില്ലേ? എത്ര ഹൃദയഹാരിയ, എത്ര ഭക്തിസാന്ദ്രമാണ്. അല്ലാ അല്ലാ എന്ന് വിളിച്ച് വിശ്വാസികളുടെ ഭക്തി പ്രകടിപ്പിക്കുന്ന സുന്ദരമായ മജ്ലിസുകൾ. ആ മജ്ലിസുകളെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാറ്റിവെച്ച വഹാബികൾ പകരമായി കൊണ്ടുവന്ന സംസ്കാരം നിങ്ങളൊന്ന് കാണുക. നിങ്ങൾ കണ്ടതായിരിക്കും ഒന്നുകൂടി.
ഇത് വഹാബികളുടെ ആഘോഷം. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു വസ്തുതണ്ട്. റസൂലുള്ളാന്റെ ജന്മദിനം ആഘോഷിക്കാൻ എവിടെ തെളിവ് എന്നന്വേഷിക്കുന്ന വഹാബികൾക്ക് മുജാഹിദ് ചങ്ങരംകുളമാണെങ്കിലും വയനാടാണെങ്കിലും 7ാം വാർഷികം ആഘോഷിക്കുമ്പോൾ എന്താ മൗലവിമാരെ 7ാം വാർഷികം എന്ന് പറഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് വിത്തിട്ടിട്ട് മുജാഹിദ് പ്രസ്ഥാനം ജനിച്ചിട്ട് 7 കൊല്ലം തികഞ്ഞ 7ാം ജന്മദിനമെന്നാണ് 7ാം വാർഷികം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം. ചോദിക്കട്ടെ, എവിടെയാണ് റസൂലുള്ള ഇസ്ലാമിന്റെ 7ാം സമ്മേളനം നടത്തിയത്? 1ാം സമ്മേളനം നടത്തിയത് മുസ്ലിങ്ങൾ ചെയ്യുന്നതിന്, സുന്നികൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് തെളിവ് വേണമല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്ത് ഒരു സമ്മേളനം റസൂലുള്ള നിങ്ങൾ നടത്തിയതുപോലെ ചുമര വെച്ച് പോസ്റ്റർ ഒട്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഒരു സമ്മേളനം എവിടെ റസൂലുള്ളാന്റെ ജീവിതത്തിൽ, എവിടെ റസൂലുള്ളാന്റെ കർമ്മത്തിൽ? റസൂലുള്ളാന്റെ കാലത്തില്ലാത്തതൊക്കെ ബിദ്അത്ത്. അതിന്റെ പേരിലല്ലേ നബിദിനം കറാഹത്താക്കിയത്? എവിടെ? റസൂലുള്ളാന്റെ ജന്മദിനം നിങ്ങൾക്ക് പറ്റില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജന്മദിനം പറ്റും. ജാമിഅ നബവിയ എടവണ്ണയിലെ നിങ്ങളിട്ട സ്ഥാപനത്തിന്റെ ജന്മദിനം നിങ്ങൾക്ക് പറ്റും. മേപ്പയ്യൂരിലെ സലഫി കോളേജിന്റെ ജന്മദിനം നിങ്ങൾക്ക് പറ്റും. കാരണം എന്താ? അതൊക്കെ നിങ്ങളുമായി ആത്മബന്ധമുള്ളതാണ്. റസൂലുള്ളാന്റെ ജന്മദിനം നിങ്ങൾക്ക് പറ്റില്ല. കാരണം എന്താ? അതുമായി നിങ്ങൾക്ക് ആത്മബന്ധമില്ല. റസൂലുള്ളയുമായി നിങ്ങൾക്ക് ആത്മബന്ധമില്ല അല്ലേ? ജാമിഅ നബവിയ ഇവിടെ വാർഷികം നടത്തുന്നതിന് മസ്ജിദ് നബവിയുടെ ഏതെങ്കിലും ഒരു വാർഷികം റസൂലുള്ള നടത്തിയ തെളിവുണ്ടോ? ഏതെങ്കിലും ഒരു പള്ളിയുടെ, ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിന്റെ സംരംഭത്തിന്റെ വാർഷികം നടത്തിയതിന് ഉമ്മവറ്റ വഹാബികൾക്ക് ഏതെങ്കിലും ഒരു ഉദ്ധരണി കാണിക്കാൻ കഴിയുമോ? അതാ ഞങ്ങൾക്ക് കാണണ്ടേ. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ എന്ത് തോന്നിവാസവും നിങ്ങൾക്ക് മതത്തിന്റെ പേരിൽ ചെയ്യാം. ദീനിന്റെ പേരിൽ ഞങ്ങൾ പാരമ്പര്യമായി പൈതൃകമായി പൂർവിക മുസ്ലിങ്ങൾ ചെയ്തു കാണിച്ചു തന്നത് ചാണോട് ചാണും ഇഞ്ചോടിഞ്ചും ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോ അതിനൊക്കെ നിങ്ങൾക്ക് തെളിവ് വേണം. ഷാഫി ഇമാമും അബൂ ഹനീഫ ഇമാമും ചെയ്തത്, അവർ ചെയ്തത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് മനസ്സ് പോരാ. കാരണം ഓനൊക്കെ തെളിവില്ലാതെ സംസാരിച്ചോല. എന്നാൽ നിങ്ങളെ പണ്ഡിതന്മാരെയും നിങ്ങളെ മദ്ഹബിന്റെ ആൾക്കാരൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഇജ്തിഹാദൊക്കെ ഞാൻ വഴിയെ പറയുന്നുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട്. പക്ഷേ നിങ്ങൾ അറിയണം, മേപ്പയ്യൂരിലെ സലഫി കോളേജിന്റെ ജന്മദിനം, നമ്മുടെ ജന്മദിനത്തിന് എന്താ ഉണ്ടാകുക? കുട്ടികൾ, ചെറിയ മക്കൾ ദഫ് കൊട്ടും. സാധുക്കളായ മുസ്ലിങ്ങളെ ഒരു മഹല്ലില് പണക്കാരനും പാവപ്പെട്ടവനും ഒക്കെയായ ഉദ്യോഗസ്ഥനും തൊഴിലാളിയുമായ എല്ലാ ജനങ്ങളും വന്ന് തന്റെ ആസ്ഥാനത്തിൽ, തന്റെ മതകേന്ദ്രത്തിൽ മതപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടി അവരുടെ ഐക്യവും അവരുടെ സ്നേഹവും പങ്കുവെച്ച് ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം വിളമ്പി മുതലാളിയും സാധാരണക്കാരനും റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ സന്തോഷം കൊണ്ട് ഭക്ഷണത്തിലും സ്വഭാവത്തിലും സദസ്സിലും ഒന്നിച്ചിരുന്നുകൊണ്ട് മജ്‌ലിസ് സംഘടിപ്പിക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നു. എന്നാൽ നിങ്ങളെ വാർഷികത്തിനോ നിങ്ങളുടെ ജന്മദിനത്തിനോ കാണിക്കുന്ന തോന്നിവാസം ഞാൻ ചില വിഷയങ്ങൾ കൂടി കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് കൊണ്ടാണ് ഈ അങ്ങാടി വെക്കുന്നത്. ആദ്യം നിങ്ങൾ കാണൂ, ഇത് ഫാത്തിഹയാണ്. കണ്ടോ? ഇതെന്താ സഹോദരന്മാരെ? റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ശിർക്ക്. അതേ സമയത്ത് സണ്ണോഫ് മൂസ എന്ന് പറയുന്ന മൗലവിയുടെ ഒരു മുസ്ലിമായ തറവാട്ടിൽ ജനിച്ച ചെറുപ്പക്കാരനെയാണ് പരശുരാമൻ എന്ന് പറയുന്ന ആ മുസ്ലിങ്ങളുടെ ഹൈന്ദവ കഥാപാത്രമായി ചിത്രീകരിച്ച് പൊട്ടുതൊടിയിച്ച് താടി വെപ്പിച്ച് മഴുകൈരണ്ടിച്ച് ഉളുപ്പില്ലാതെ തെരുവിൽ കണ്ടിച്ചത്. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിന്റെ ആക്ഷേപിക്കുന്നവർ, അതിന് തെളിവ് പറയുന്നവർ, മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരന് ഈ രൂപത്തിൽ ഹൈന്ദവ കഥാപാത്രങ്ങളായി കോലം കെട്ടിക്കാൻ എവിടെ വഹാബികളിൽ നിങ്ങൾക്ക് തെളിവുള്ളത്? ഏത് ഹദീസിലാണ്, ഏത് ഖുർആനിലാണ് നിങ്ങൾക്ക് തെളിവുള്ളത്? കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബാപ്പാരുമാരോ മക്കളെ ജൂതരും ക്രിസ്ത്യാനിയാക്കുന്നത് എത്ര ശരിയാണ്. കണ്ടോ, ഉളുപ്പില്ലാത്ത രംഗം. ഇത് വഹാബികളുടെ സലഫി ഫെസ്റ്റ് അല്ല, വഹാബികളുടെ സലഫി ജന്മദിനമാണ്. നിങ്ങൾ ആൾക്കണം. ദഫ്മുട്ടിയ ശിർക്ക്, ലോകത്തെല്ലാവരും ചെയ്യുന്ന നബികീർത്തനം ശിർക്ക് തെളിവില്ലാത്തതുകൊണ്ട് എവിടെ വഹാബികളെ ഇതിന് നിങ്ങൾക്ക് തെളിവ്? ആർജവമുണ്ടെങ്കിൽ ഇതിനാ നിങ്ങൾ പ്രതികരിക്കേണ്ടത്. കണ്ടോ, കണ്ടോ, റഹ്മത്തിന്റെ മലായിക്കത്തല്ല സലഫി ബസ്സിലെ കോല, റഹ്മത്തിന്റെ മലായിക്കത്ത് ഇറങ്ങിയതല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പേരിൽ നബിദിനത്തിന് റാലി നടത്തിയാൽ നിങ്ങൾക്ക് അപകടം. ഇനി
ഇനി നിങ്ങൾ കേൾക്കുന്നത് മൗലിദ് ഓതൽ ചിർക്കാനാ. മഹാന്മാരെ മധു പാടാൻ പറ്റൂല. മൗലവിമാര് സകലം ജീവൻ പോകുമ്പോ എല്ലാരും മൗലിദ് പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഉമർ മൗലവിന്റെ ഉണ്ട്, കെ എം മൗലവിന്റെ ഉണ്ട്, വക്കം മൗലവിന്റെ ഉണ്ട്, എല്ലാരും കസീതുണ്ട്. മാത്രല്ല അപ്പോലെ പറഞ്ഞാ പറയലെന്താ നിങ്ങള്, ഞങ്ങളത് എഴുതിയിട്ടല്ലേ ഉള്ളൂ, പാടലില്ലല്ലോ. നിങ്ങൾ മങ്കൂസ് മൗലൂദ് പാടാണ്, ഷറഫുലാനാം പാടാണ്, പാടലാ ചിർക്കുന്ന. എന്നാൽ ഒരു മൂസ മൗലവിന്റെ മധു പാടണ കേൾക്കാം. റഹ്മത്തിന്റെ മലായിക്കത്ത് സഹോദരന്മാരെ, വിഷമത്തോടെയാണ് ഞങ്ങൾ ഇത് കൊണ്ടു നടക്കുന്നത്. മൂസ മൗലാനന്റെ മൗലിദ്, റസൂലുള്ളാഹിന്റെ മൗലിദ് ചിർക്ക്, ഹമീദ് മുസ്ലിയാർക്ക് ഷറഫുൽ അനാമിന്റെ അടിയാധാരം കിട്ടണല്ലേ. ഞങ്ങൾ സൂചിപ്പിക്കുന്നു, മൂസ മൗലാനന്റെ മൗലിദിന് എവിടുന്നാ തെളിവ് കിട്ടിയത്? കണ്ടോ, ഈ രൂപത്തിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച കുട്ടികളെ കൊണ്ട് ഈ ഹൈന്ദവാചാരപ്രകാരം കോലം കത്തിച്ചതിന് എവിടെ മൗലവിമാരെ നിങ്ങൾക്ക് തെളിവുള്ളത്? എവിടെ ആയത്തുള്ളത്? എവിടെ ഹദീസുള്ളത്? അരിഭക്ഷണം ലഭിക്കുന്ന മുഴുവൻ മൗലവിമാരെയും ആണത്തോടെ ഞാൻ വെല്ലുവിളിക്കുന്നു. എവിടെ നിങ്ങൾക്ക് ഇതിനൊരു രേഖ കാണിക്കാനുള്ളത്? നിങ്ങൾക്ക് തോൽക്കലിന് തെളിവ് വേണം അല്ലേ? ആണ്ട് കണ്ടോ, മമ്പുറത്തും അതുപോലെ മക്കാമുകളിലും നിലവിളക്ക് കത്തിച്ച ശിർക്ക്, സലഫി ബസ്സിൽ നിലവിളക്ക് കത്തിച്ച ചൊറുക്ക് അല്ലേ അല്ലേ? മക്കുബറയിൽ നിലവിളക്ക് കത്തിച്ച ശിർക്ക്, സലഫി ബസ്സിൽ നിലവിളക്ക് കത്തിച്ച ചൊറുക്ക്. അറിയണം വിശ്വാസികളെ, തോന്നിവാസം, ഇസ്ലാമിന്റെ പേരിൽ ചെയ്യുന്ന തോന്നിവാസങ്ങൾ കണ്ടോ. ഇതാണ് വഹാബി ഫെസ്റ്റ്, സലഫി ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ വഹാബികളുടെ ജന്മദിനാഘോഷം ഇങ്ങനെയാണ്. റബീഉൽ അവ്വൽ കണ്ടോ, മുസ്ലിം പെൺകുട്ടികളെ കോലം കെട്ടിക്കുക. നബിദിന റാലിക്കണ്ട, നബിദിന റാലി നടത്തിയ റോഡ് ബ്ലോക്കാവും. റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ റോഡ് ബ്ലോക്കാക്കാൻ പറ്റില്ല. സലഫി ഫെസ്റ്റിന് റോഡ് ബ്ലോക്കാക്കാം. കണ്ടില്ലേ നിങ്ങൾ? മുസ്ലിം പെൺകുട്ടികളാണ് ചാടുന്നത്. എന്തോ നിങ്ങൾ ദയനീയമായ രംഗം. ഈ സമുദായത്തെ നിങ്ങൾ അമേരിക്കക്കാരന്റെ സംസ്കാരത്തിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? കൂട്ടിയാലേ ചിർക്ക, ശൃംഗാരിമേളായ ചൊർക്ക അല്ലേ? ദഫ് കൂട്ടിയ ചിർക്ക്, എവിടെ തെളിവ്? ഇതേ റബീഉൽ അവ്വലിന്റെ പ്രകടനമല്ല. കണ്ടോ, ബസ് ബ്ലോക്കാക്കിയാണ്ട റാലി, നബിദിനത്തിൽ റോഡ് ബ്ലോക്കാക്കിയ എന്തോ ഒരു സങ്കടം കിട്ടും. മുത്തുകൊട സഹോദരന്മാരെ, ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ പോയി ജന്മദിനം കഴിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, സ്വലാത്ത് പോലും തെറ്റാന്നാ ഇപ്പൊ പറയുന്നത്. ഏത് സ്വലാത്ത്? ഇപ്പോ ഒറ്റയടിക്ക് പറയാൻ പറ്റൂലല്ലോ. ആദ്യം റസൂലുള്ളാഹിന്റെ ജന്മദിനം പറ്റും എന്ന പേരിൽ വന്നു, രണ്ടാമത് റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കി, മൂന്നാമത് അങ്ങനെ സാധാരണക്കാരനാണെങ്കിൽ പിന്നെ എന്റെ ജന്മം പോലെ റസൂലുള്ളാഹിന്റെ ജന്മം, അതുകൊണ്ട് ജന്മദിനത്തിന് പ്രത്യേകിച്ച് ഒരു മൗലിദൊന്നും വേണ്ടാന്ന് സ്ഥാപിച്ചു. പിന്നീടെന്താ ഇനിയിപ്പോ നാട്ടിൽ നടക്കുന്നത് എന്താ? ഖലീൽ തങ്ങളെ സ്വലാത്തുകൾക്കും എളങ്കൂർ തങ്ങളെ സ്വലാത്തുകൾക്കും കൂരുക്കുഴി തങ്ങളെ സ്വലാത്തുകൾക്കൊക്കെ മുസ്ലിം ചെറുപ്പക്കാർ പോയി കള്ളു കുടിച്ചവർ, പെണ്ണു പിടിച്ചവർ, ഹാൻസ് വെച്ചവർ, അങ്ങനെയുള്ള ചെറുപ്പക്കാരൊക്കെ SYS-കാരന്റെ ബസ്സിലും വണ്ടിയിലും കയറി ഖലീൽ തങ്ങളെ 4 സ്വലാത്തിൽ കൂടി അവർക്ക് ആത്മീയമായ നിർവൃതി കൊണ്ടു. ഇനി നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് വ്യാപകമാകുന്ന സ്വലാത്തുകളെയാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അസറ. എന്ത് സ്വലാത്തും സ്വലാത്തൻ, എന്ത് പ്രകീർത്തനം എന്റെ പേരിൽ ചൊല്ലിയാലും ഒരു പ്രകീർത്തനത്തിന് 10 ഇരട്ടി പുണ്യം അല്ലാഹു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു. എന്നാ വഹാബി മൗലവിമാർ ഇപ്പൊ പറയുന്നത് എന്താ അറിയോ? സ്വലാത്ത് കൂടുതലുള്ളത് ഇപ്പൊ നാരിയത്ത് സ്വലാത്താ, മുട്ടിപ്പടിക്കലൊക്കെ ഉൾപ്പെടെ. അതുകൊണ്ട് ആദ്യം നാരിയത്ത് സ്വലാത്താണ് പോവുക. അങ്ങനെ മെല്ലെ മെല്ലെ റസൂലുള്ളാഹിന്റെ പേരിട്ടാ മിണ്ടാൻ പറ്റൂല എന്നുള്ള അടുത്തേക്ക് കാര്യത്തും നാരിയത്ത് സ്വലാത്ത് പറ്റൂല എന്നാ മൗലവി പറയണേ. കാരണം എന്താ? അതൊന്നുമല്ല. കാരണം നാരിയത്ത് സ്വലാത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല.
റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത് ഏതാ? വഹാബികളൊക്കെ പറയുന്നത് റസൂലുള്ള പഠിപ്പിച്ചത് നമ്മളൊക്കെ അത്തയ്യാത്ത് ചെല്ലുന്ന ഇബ്രാഹിമി സ്വലാത്ത് മാത്രം. അതുകൊണ്ട് ഇബ്രാഹിമി സ്വലാത്താണ് റസൂലുള്ള പഠിപ്പിച്ചത്, അല്ലാത്ത സ്വലാത്തൊന്നും പറ്റൂല. അതുകൊണ്ട് നാരിയത്ത് സ്വലാത്ത് നരകത്തിലേക്കുള്ള സ്വലാത്താണ് എ പി അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി ചെല്ലുന്ന ഒരു സ്വലാത്തുണ്ട്, അതും നമുക്ക് കേൾക്കാം. നരകത്തിൽ കടക്കണത് സ്വലാത്തിനാണ്, വേണമെങ്കിൽ അതിന് പറയാവുന്ന താളാരങ്ങള് അലിമദനി മൊറയൂർ പറഞ്ഞ പോലെ ഒറ്റപ്പാലം മുനിസിപ്പൽ കോടതിയിൽ പലിശ കിട്ടാൻ വേണ്ടി ഉളുപ്പില്ലാതെ കേസ് കൊടുത്ത, കോഴിക്കോട് മുനിസിപ്പൽ കോടതിയിൽ കളവ് പറഞ്ഞതിന്റെ പേരിൽ 2000 രൂപ ഫൈനടച്ച് പിടികൂടിയ മൗലവിയാണ് ഇപ്പൊ ജീവനോടെ അല്ലെങ്കിൽ രൂപത്തോടെ സ്ക്രീനിലുള്ളത്. അയാൾ പറയണ കേട്ടോളൂ നിങ്ങൾ. ഏതോ ഒരു ഇബ്രാഹിം നാസീലേറ്റം പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുണ്ടാക്കിയ സലാത്താണ്. അപ്പൊ സലാത്ത് നാസിയാണ്. അതൊരാളെ എഴുതിയപ്പോൾ ഒറ്റൻ്റെ താന്റെ പുള്ളി പോയി. സലാത്തിനായി ആർക്കും ഒരു പൊറുതിയൊക്കില്ല. സലാത്തിനാരിയ പറഞ്ഞു. എവിടെ ഇത് പറഞ്ഞു? ആരുടെ സുന്നത്തായത് ഈ സലാത്ത്? നിമിഷപാലം പഠിപ്പിച്ചതാണോ? അത് വേറെ പഠിപ്പിച്ചതാണോ? അപ്പൊ ഞാൻ അവരോടും ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾ സലാത്തിന് പോകും, രണ്ടുമല്ല അങ്ങനെ ആക്കാൻ. പക്ഷെ അവിടെ എന്തൊരു സംഗതിയാത്. മൂപ്പർക്ക് നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ആ സങ്കടം, പലിശ കിട്ടാൻ കേസ് കൊടുത്തിട്ട് മൂപ്പർക്ക് ഒരു സങ്കടം ഉണ്ടായിട്ടില്ല. കളവ് പറഞ്ഞിട്ട് കോടതിയിൽ പിടികൂടിയിട്ടും സങ്കടം ഉണ്ടായിട്ടില്ല. സങ്കടം ഉണ്ടായത് എപ്പോഴാ? നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയപ്പോ. അതിന്റെ കാരണം എന്താ? അത് റസൂലുള്ള പഠിപ്പിച്ചതല്ല, റസൂലുള്ള പഠിപ്പിച്ചത് ഇബ്രാഹിമി സ്വലാത്താണ്. ഇനി മൂപ്പര് ചെല്ലുന്ന സ്വലാത്ത് ഇബ്രാഹിമി സ്വലാത്താണ്. അതേ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ മൂപ്പര് ചെല്ലുന്ന ഒരു സ്വലാത്തുണ്ട്, അത് റസൂലുള്ള പഠിപ്പിച്ചതല്ല, മൂപ്പര വകയ. അത് മൂപ്പരിക്കല്ല, നമ്മൾ ചെല്ലുമ്പോൾ തെളിവാണ്. നമ്മൾ നോൽക്കണ നോൽമ്പിന് തെളിവ്, ഓല് ചെയ്യണ തോന്നിയാസത്തിന് തെളിവ് വേണ്ട. കുറച്ചൊക്കെ നിങ്ങൾ തെളിവ് പറയും. നിങ്ങൾ ചെയ്യണീനൊക്കെ എവിടെ തെളിവ്? അതാണ് ഞങ്ങൾക്ക് കേൾക്കണ്ടേ. ഞങ്ങൾ കബറിൽ നിങ്ങൾ മുൻകറിനക്കീറ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അങ്ങനെ ഒരു സ്വലാത്ത് അല്ലാഹുവിന്റെ റസൂലുള്ള എവിടെയും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറയും. റസൂലുള്ള പഠിപ്പിച്ചത് മൻ സല്ലല്ലാ അലയ്യ സ്വലാത്തൻ, എന്ത് സ്വലാത്തും ചൊല്ലാനാണ്, എന്ത് പ്രകീർത്തനം നടത്താ ഗുണകരമായ. മൗലവിമാർക്ക് നാരിയത്ത് സ്വലാത്ത് മെല്ലെ എടുക്കണം. എന്നിട്ട് പിന്നെ ഇങ്ങനെ മെല്ലെ മെല്ലെ സാധാരണ മുഹമ്മദല്ലേ, എന്തിനാ എന്റെ ഞാൻ എന്റെ പേര് വെക്കുമ്പോ ആരും സ്വല്ലല്ലാഹു ഒന്നും ചെല്ലണില്ല, പിന്നെന്താ മുഹമ്മദിന് ഇത്ര ചെല്ലാൻ? അതും ഒന്നിരിക്കൽ കറാഹത്താകും ഹറാമാകും പറയാൻ എളുപ്പ. മാത്രമല്ല സഹോദരന്മാരെ, പറഞ്ഞു എവിടെ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ ജാറം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോ, അല്ലാഹുവിന്റെ റസൂലുള്ള വഫാത്തായി പിന്നീട് ഇസ്ലാമിന്റെ ഖിലാഫത്ത് എടുത്ത സിദ്ദീഖുകൾ റസൂലുള്ള മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന തൊട്ടടുത്ത് എന്റെ നേതാവിന്റെ ഹദ്റത്തിൽ അവിടുന്ന് യാത്ര പറഞ്ഞ പുണ്യമായ മഖാമ്, ആ മഖ്ബറക്ക് ബറക്കത്തുണ്ട് എന്ന് ചിന്തിച്ച് സിദ്ദീഖുകൾ റസൂലുള്ളാഹിന്റെ അടുത്ത് മറവ് ചെയ്യാനുള്ള സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ആ സ്ഥലം റസൂലുള്ളാഹിന്റെ ചാരത്തു തന്നെ സിദ്ദീഖുകളെ മറവ് ചെയ്തു. പിന്നീട് ഒരാളെ മറവ് ചെയ്യാനുള്ള സ്ഥലം അവിടെ ബാക്കിയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹിനെയും സിദ്ദീഖുകളെയും മറവ് ചെയ്തു കഴിഞ്ഞപ്പോ ആയിഷ ബീവിക്ക് മറവ് ചെയ്യപ്പെടാനുള്ള സ്ഥലമായി ബീവി കണ്ടുവച്ച സ്ഥലം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മരണപ്പെടാനുള്ള ഘട്ടമെത്തുമ്പോ സുബഹി നിസ്കാരത്തിന് കുത്തേറ്റുകൊണ്ട് ഉമർ വീഴുമ്പോ തന്റെ മരണം തന്റെ മുമ്പിലെത്തി എന്ന് കാണുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്താണ്? മോനെ, ആയിഷ ഉമ്മയുടെ അടുത്തേക്ക് പോകണേ മോനെ, അവിടെ റസൂലുള്ള മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്, സിദ്ദീഖുകൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ സ്ഥലത്തിന്റെ അടുത്ത് എനിക്കൽപ്പം സ്ഥലം കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ആയിഷ ഉമ്മക്ക് നീക്കിവെച്ച സ്ഥലമുണ്ട് മോനെ, ആ സ്ഥലമൊന്ന് എനിക്ക് തരുമോ എന്ന് ആയിഷ ഉമ്മയോട് ചോദിക്കണമെന്ന് പറഞ്ഞു തന്റെ ദൂതനായി മകനെ പറഞ്ഞേക്കുന്ന ഉമറുടങ്ങൾ താൻ വഫാത്താകുമ്പോഴും കിടക്കേണ്ട പുണ്യമുള്ള സ്ഥലമാണതെന്ന് റസൂലുള്ളാഹിനെ മറവ് ചെയ്ത യാത്രയാക്കിയ പുണ്യമായ റൗളയെ കുറിച്ച് സിയാറത്തെക്കുറിച്ച് അവരൊക്കെ മനസ്സിലാക്കിയെങ്കിൽ വഹാബി മൗലവിമാർ ലോക മുസ്ലിങ്ങൾ ആദരവോടെ കാണുന്ന ഹജ്ജിന് ചെല്ലുമ്പോൾ റസൂലുള്ള പറഞ്ഞു, ആരെങ്കിലും ഹജ്ജ് ചെയ്തിട്ട് അവൻ എന്നെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് ജഫാനി, അവൻ എന്നോട് പിണങ്ങിപ്പോയവനാണെന്ന് പ്രഖ്യാപിച്ച റസൂലുള്ള ഹജ്ജിന് പോകുന്ന മുഴുവൻ വിശ്വാസികളും റസൂലുള്ളാഹിന്റെ മദീനത്തെ പച്ചക്കുബയുള്ള ജാറം സന്ദർശിക്കുമ്പോ
ആ ജാറത്തെ കുറിച്ച് ഉളുപ്പില്ലാതെ വഹാബി മൗലവിമാര് പറയുന്നത് എന്താ? ശവകുടീരം. ഇത് ഹുസൈൻ സലഫിയ നേരത്തെ കണ്ടത് ഒത്താന്റെ കോലത്തിലാ, ഇപ്പൊ കാണുന്നത് മുസ്ലിം മൂല്യരുടെ കോലത്തിലാ. ഇങ്ങനെ എല്ലാ കോലം കിട്ടും. ഓന്തിനെ പോലെ സമയത്തിനും സ്ഥലത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് കോലം കിട്ടും. ഇത് വിദേശത്താ. അപ്പം മൗലവിക്ക് മുണ്ടുമായി ഒല്ലിയായി എന്തോ ഒരു മുത്തയ്ക്കായ മനുഷ്യൻ കണ്ടവളൊരു ബീതാത്ത കണ്ടങ്ങള്. അയാൾ പറയുന്നത് റസൂലുള്ളാന്റെ റൗളയെ കുറിച്ച്, ജാറത്തെ കുറിച്ച്, ശവകുടീരം കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത കക്ഷികൾ എന്തെങ്കിലും കാർട്ടൂൺ വരക്കുന്നതിന് പോലെ അതേപോലെ ഗൗരവമാണെന്ന് മനസ്സിലാക്കണം. അതിനേക്കാൾ ഗൗരവമാണ് റസൂലുള്ളാഹിനെ പറ്റി പഠിച്ചറിഞ്ഞ് അവിടുത്തെ മഹത്വം ആവോളം മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ പോലും ആ റസൂലുള്ളാഹിയുടെ വാക്കുകൾ നമ്മൾ വലിച്ചെറിയുന്നില്ലേ? യൂത ക്രൈസ്തവരുടെ മേൽ ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? അവർ അവരുടെ അമ്പിയാക്കന്മാരുടെ ശവകുടീരങ്ങളെ മക്ബറകളെ ഖബറുകളെ അവർ എന്താ പറഞ്ഞത്? അമ്പിയാക്കളെ ശവകുടീരം. അപ്പോ ഒരു മുജാഹിദിനെ ന്യായീകരിക്കാം. എന്ത് ശവകുടീരം എന്ന് പറഞ്ഞ മക്ബറ എന്നില്ലിന്റെ മലയാളല്ലേ? ആയിക്കോട്ടെ മൗലവി, ഞാൻ ചോദിക്കട്ടെ, ഉമർ മൗലവി മരണപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം, ഉമർ മൗലവിയുടെ മയ്യത്ത് എന്ന് പറയുന്നതിന് പകരം ഉമർ മൗലവിയുടെ ശവം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ ഒരു വഹാബിക്ക് കഴിയുമോ? കഴിയില്ലെങ്കിൽ ഉമർ മൗലവിയെ മറവ് ചെയ്ത ഖബറിനെ സംബന്ധിച്ച് ശവകുടീരം എന്ന് പറയുന്നത് ഒരു വഹാബി മൗലവിക്ക് ദഹിക്കുമോ? ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറത്തെ കുറിച്ച് ശവകുടീരം എന്ന് പറയുന്നത് ഈമാനില്ലാത്ത കപടനല്ലേ ദഹിക്കുകയുള്ളൂ. പറയുന്നത് ഗൗരവത്തിലാ. എന്താ ആ ബാപ്പ ഇങ്ങനെ മരിച്ചെടുക്കുമ്പോ വഹാബിനോട് പറയാ, എടാ ബാപ്പാന്റെ ശവം എപ്പോഴാ എടുക്കണ വെച്ചാ എങ്ങനെ ഉണ്ടാവും കോലം? മയ്യത്ത് മറവാട് സ്ഥലം, അതാ ശവകുടീരം. ഓക്കെ ആയിക്കോട്ടെ. വഹാബി മൗലവിന്റെ ഒരു വഹാബി ചെറുപ്പക്കാരന്റെ, ഒരു ISMകാരന്റെ, ഒരു KNMകാരന്റെ വാപ്പ മരിച്ചു കിടക്കുമ്പോ അച്ഛന്റെ ശവം എപ്പോ എടുക്കൂടാന്ന് ചോദിച്ചാൽ ഉൾക്കൊള്ളോ വഹാബി പ്രവർത്തക? എന്നാൽ റസൂലുള്ളാഹിനെ കുറിച്ച്, അവിടുത്തെ ശരീരത്തെ കുറിച്ച് ശവമെന്ന് നിങ്ങൾക്ക് പറയാം. ഇനിയോ മാത്രല്ല, ഇപ്പൊ റസൂലുള്ളാഹിന്റെ ജാറം മമ്പുറത്തും പുത്തമ്പള്ളിയിലുള്ളതുപോലെ കണ്ടോ? ആ പച്ച കുബ്ബയായി ഉയർന്നു നിൽക്കുന്നത് മമ്പുറത്ത് ചെന്നാലുള്ളതുപോലെ, പുത്തമ്പള്ളി ചെന്നാലുള്ളതുപോലെ ഉയർന്നു നിൽക്കുന്നത് മുത്തുനബിയുടെ ജാറമാണ്. പച്ച കുബ്ബയുള്ള റൗള. ആ റൗള മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പോരാട്ടത്തിൽ, ശ്മശാന വിപ്ലവത്തിൽ ഒരുപാട് മക്ബറ തകർത്തു. പക്ഷേ ലോക മുസ്ലിങ്ങളുടെ വികാരം മാനിച്ച് റസൂലുള്ളാഹിന്റെ ജാറം തൊട്ടില്ല. എന്നാൽ സക്കരിയ സലാഹി എന്ന് പറയുന്ന മൗലവി പറയുന്നത് എന്താണ്? മദീന പള്ളിയുടെ തൊട്ടടുത്തുള്ള റസൂലുള്ളാഹിന്റെ ജാറം സൗദി അറേബ്യയിൽ ഭരണം കിട്ടിയാൽ ഞങ്ങൾ തകർക്കുമെന്ന് പറയുന്ന വാചകം സഹോദരന്മാരെ ദുഃഖത്തോടെ നിങ്ങൾ കേൾക്കുക. തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. അത് തെറ്റാന്ന് പഠിപ്പിച്ചത് ഞങ്ങളാ. റസൂലുള്ളാഹിയും ഖുർആനും പൂർവിക പണ്ഡിതന്മാരൊന്നല്ല, അത് ഞങ്ങളാ. ആയിക്കോട്ടെ. ഖബർ കൊണ്ടിട്ടില്ല. ഖബറിന്റെ ചുറ്റുമുള്ള വീട് ഓടി വിളിപ്പിക്കുകയും അതിന്റെ നേരത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കൊക്കെ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പരിസരം നിർമ്മിക്കുന്നതുമാണ്. കാലങ്ങൾക്ക് മുമ്പ് 14 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയി സഹാബത്തുൽ കിറാമിന്റെ പുണ്യകരങ്ങളെ കൊണ്ട് മറവ് ചെയ്ത പരിശുദ്ധമായ റസൂലുള്ളാഹിയുടെ ഭൂമേനി 14 നൂറ്റാണ്ട് കഴിഞ്ഞ് മദീന പള്ളിയുടെ ചാരത്തു നിന്ന് പുറത്തെടുക്കുമെന്ന് പറയുന്ന വഹാബി മൗലവിമാരെ, നിങ്ങളോടുന്ന തെളിവ് ഞങ്ങൾക്കറിയാം. ഈ സമുദായത്തെ എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പടിക്കല്ലിലേക്ക് ഈ ഉമ്മത്തിന്റെ തലയോട്ടി കഴുത്തു വെച്ചു കൊടുക്കാനുള്ള ശ്രമമല്ലേ ഈ ഉമ്മത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സൗദി അറേബ്യയിൽ ഭരണം കിട്ടിയാൽ ഞങ്ങൾ അത് പൊളിക്കും. കിനാവ് ആർക്കും കാണാം. പൂങ്കളി കുതിരവട്ടത്തുള്ള ഒരു കുറെ സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ കൂട്ടരെ, നിങ്ങൾ ഉണ്ടാക്കിയ ISM എന്ന് പറയുന്ന യുവജന സംഘടനയുടെ മേലിലുള്ള അധികാരം പോലും നഷ്ടപ്പെട്ടത് പിന്നെ കാത്തിരുന്ന മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ടുപോയത് നിങ്ങൾ അറിഞ്ഞില്ല. നിങ്ങൾ അധികാരത്തിലുള്ള ISM പോലും നിങ്ങൾക്ക് അധികാരം നഷ്ടപ്പെട്ടു മടവൂര് കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ സൗദി അറേബ്യന്റെ അധികാരം സ്വപ്നം കാണുന്നത് കാണാം. പക്ഷെ തലക്കെന്തെങ്കിലും വെളിവില്ലാതെ ആകണമെന്ന് മാത്രം. സൗദി അറേബ്യയുടെ ഭരണം കിട്ടിയാൽ ജാറം പൊളിക്കും. എന്താ സംഭവം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്നു. അവിടുത്തെ വിയർപ്പ്, അവിടുത്തെ പൂമേനി, അവിടുത്തെ ഹദീസ്, അവിടുത്തെ ആദർശം, അവിടുത്തെ എല്ലാം സഹാബികളും അതിനെ പിന്തുടർന്ന് ഇമാമുകളും അതിനെ പിന്തുടർന്ന് സമകാലിക മുസ്ലിങ്ങളും ആദരിക്കും.